അങ്ങനെ ഇപ്പോൾ അവെഞ്ചേഴ്സിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഡ്രാക്കുള ആ പെണ്ണിൻ്റെ ജീവന് പകരം അഥവാ നമ്മുടെ ബ്ലാക്ക് വിഡോയുടെ ജീവന് പകരം നിൻ്റെ ജീവൻ തരുവാൻ തയ്യാറാണോ എന്ന് ക്യാപ്റ്റനോട് ചോദിച്ചതും അതേന്നുള്ള രീതിയിൽ ക്യാപ്റ്റൻ തലയാട്ടുകയാണ്. പക്ഷെ അതിനിടയിൽ നമ്മുടെ ഹോക്കായി ഒന്ന് പോടാ ഡ്രാക്കുളയെന്ന് പറഞ്ഞ് ഒരു അമ്പ് ഡ്രാക്കുളയുടെ നേരെ അയക്കുന്നു. ആ അമ്പൊന്നും ഡ്രാക്കുളയുടെ ദേഹത്ത് കൊള്ളുന്നൊന്നുമില്ല. പുള്ളി അതിവേഗം ഒഴിഞ്ഞു മാറി അവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ അത് കണ്ടതും നീ എന്തുവാടേ കാണിച്ചതെന്ന് ക്യാപ്റ്റൻ ഹോക്കായിയോട് ദേഷ്യപ്പെട്ട് ചോദിച്ചതും അപ്പോൾ തന്നെ ഹോക്കായി എന്തുവാ പ്രശ്നം, ഞാൻ ഡ്രാക്കുളയെ എൻ്റെ ഒറ്റ അമ്പിനെ ഇവിടുന്ന് പേടിപ്പിച്ച് ഓടിച്ചില്ലേ എന്ന് ക്യാപ്റ്റനോട് പറഞ്ഞു തീർന്നതും അപ്പോൾ തന്നെ ഡ്രാക്കുള അതിവേഗം അവെഞ്ചേഴ്സിൻ്റെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ ബ്ലാക്ക് വിഡോയെ തട്ടിയെടുത്തിട്ട് തൻ്റെ കീഴിലുള്ള പ്രേതങ്ങളെയും പിശാചുകളെയും പിന്നെ തൻ്റെ കാമുകിമാരായ യക്ഷികളെയും അവെഞ്ചേഴ്സിനെ കൊല്ലുവാനായി അവെഞ്ചേഴ്സിൻ്റെ നേരെ അയക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ ഡ്രാക്കുളയുടെ ആർമിയുമായി അവെഞ്ചേഴ്സ് യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ആ യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഡ്രാക്കുള ബ്ലാക്ക് വിഡോയും എടുത്തുകൊണ്ട് പുള്ളിക്കാരൻ്റെ ആ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പോയത് കണ്ട് ക്യാപ്റ്റൻ അമേരിക്കയും ഫാൾക്കണും പിന്നെ ഹോക്കായും ബ്ലാക്ക് വിഡോയെ രക്ഷിക്കുവാനായി ആ കൊട്ടാരത്തിനുള്ളിൽ കയറുകയാണ്. അങ്ങനെ അവരിപ്പോൾ കൊട്ടാരത്തിനുള്ളിൽ കയറിയതും അപ്പോൾ തന്നെ ഡ്രാക്കുള തൻ്റെ കൺട്രോളിലുള്ള ബ്ലാക്ക് വിഡോയെ ഉപയോഗിച്ച് തന്നെ ഫാൾക്കനെയും ഹോക്കയെയും അടിച്ചു വീഴ്ത്തുന്നു. എന്നിട്ട് അവരെ പിടിച്ചു വെച്ചിട്ട് ക്യാപ്റ്റനോട് ഇവരെ ജീവനോടെ വിടണമെങ്കിൽ തനിക്ക് ആവശ്യമുള്ളത് നീ തരണമെന്ന് ഡ്രാക്കുള പറഞ്ഞതും നീ അവരെ ഒന്നും ചെയ്യരുതെന്നും താൻ എന്തിനും തയ്യാറാണെന്ന് ക്യാപ്റ്റൻ ഡ്രാക്കുളയോട് പറയുന്നു. അന്നേരം തന്നെ ഡ്രാക്കുള അവരെല്ലാം കൊണ്ട് തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് തൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്ന ഫാൾക്കനെയും ഹോക്കയും ആ റൂമിൻ്റെ ഒരു വശത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെയുള്ള കസേരയിൽ പോയിരിക്കുന്നു. അപ്പോൾ തന്നെ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ഒരു കാലത്ത് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തവരായിരുന്നു എന്നും ക്യാപ്റ്റൻ ഡ്രാക്കുളയോട് ചോദിച്ചതും നീ പറഞ്ഞതെല്ലാം നേരാണ്, പക്ഷേ ഇപ്പോൾ കാലങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ നിന്റെ ജീവൻ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിനക്കറിയാമല്ലോ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് പകൽ സമയങ്ങളിലും പുറത്തിറങ്ങി നടക്കണമെന്നാണ്. പക്ഷെ അതെനിക്ക് സാധിക്കില്ല. എങ്ങാനും ഞാൻ പകൽ സമയത്ത് പുറത്തിറങ്ങിയാൽ ഞാൻ കത്തിച്ചാമ്പലായി പോകും. അങ്ങനെ നൂറ്റാണ്ടുകളായി ആ സങ്കടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ പഴയ ശത്രുവായ റെഡ് സ്കൾ എന്നോട് സൂപ്പർ സോൾജർ സാറും ശരീരത്തിലുള്ള നിന്റെ രക്തം കുടിച്ചാൽ പകൽ സമയത്തും എനിക്ക് പുറത്തിറങ്ങുവാൻ സാധിക്കുമെന്ന് എന്നോട് പറഞ്ഞു. മാത്രമല്ല ഈ ഐഡിയ പറഞ്ഞു തന്നതിൻ്റെ പ്രതിഫലമായി നിന്നെയും നിന്റെ കൂട്ടുകാരെയും കൊല്ലണമെന്നും റെഡ് സ്കൾ എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടിപ്പോൾ നിന്റെ രക്തം കുടിച്ച് എനിക്ക് പകൽ സമയത്ത് പുറത്തിറങ്ങണം, എന്നിട്ട് ഈ ഭൂമിയെ തന്നെ താൻ കീഴടക്കുമെന്നും ഡ്രാക്കുള ക്യാപ്റ്റനോട് പറയുന്നു. അത് കേട്ടതും റെഡ് സ്കളിനെ നീ വിശ്വസിക്കരുതെന്നും അവൻ നിന്നെ ചതിക്കുവാണെന്നും ക്യാപ്റ്റൻ ഡ്രാക്കുളയോട് പറയുന്നുണ്ടെങ്കിലും ഡ്രാക്കുള അത് കേൾക്കുന്നില്ല. ഡ്രാക്കുള ക്യാപ്റ്റൻ്റെ നേരെ ചാടി വീഴുകയാണ്. എന്നിട്ട് ക്യാപ്റ്റൻ അമേരിക്കയുടെ കഴുത്തിന് തൻ്റെ കൂർത്ത പല്ലുകൾ കൊണ്ട് ഇപ്പോൾ കടിച്ച് രക്തം കുടിക്കാൻ പോവുകയാണ്. പക്ഷെ അത് നടക്കുന്നില്ല. കാരണം ഇപ്പോൾ അവിടെ നമ്മുടെ ഹൾക്കും അയൺമാനും തോറും വരികയാണ്. ഹൾക്ക് ചാടി ചെന്ന് ഡ്രാക്കുളയെ ക്യാപ്റ്റൻ്റെ അടുത്തു നിന്നും തള്ളി മാറ്റിക്കൊണ്ടു പോകുന്നു. പക്ഷെ ആ പോകുന്ന പൊക്കിൽ ഡ്രാക്കുള നമ്മുടെ ഹൾക്കിൻ്റെ കഴുത്തിനിട്ട് കടിക്കുകയാണ്. അപ്പോൾ തന്നെ ഹൾക്കിൻ്റെ ബ്ലഡ് കുടിച്ചതുകൊണ്ട് ഡ്രാക്കുളയുടെ ശരീരവും പവറും ഇരട്ടിക്കുകയാണ്. ഇതേസമയം ഹൾക്കിൻ്റെ ശരീരത്തിൽ ഡ്രാക്കുളയുടെ ബ്ലഡ് ഇപ്പോൾ കയറിയതുകൊണ്ട് ഹൾക്ക് ഒരു ഡ്രാക്കുളയായി മാറുന്നു. മാത്രമല്ല ബ്ലാക്ക് വിഡോയെ പോലെ ഹൾക്കും ഡ്രാക്കുളയുടെ അടിമയായി മാറുകയാണ്. അന്നേരം തന്നെ ഡ്രാക്കുള ഹൾക്കിനെ വെച്ച് അവെഞ്ചേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. മാത്രമല്ല ഇപ്പോൾ ക്യാപ്റ്റൻ്റെ രക്തം കുടിക്കാനായി ഡ്രാക്കുള വീണ്ടും ക്യാപ്റ്റൻ അമേരിക്കയുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഡ്രാക്കുളയ്ക്ക് എന്തോ പറ്റുകയാണ്. പുള്ളിക്കാരൻ ഭയങ്കരമായി നിലവിളിച്ച് കരഞ്ഞ് വയ്യാതെ താഴോട്ട് വീഴുന്നു. അത് കണ്ടതും അയൺമാൻ എന്തുവാ സംഭവമെന്ന് നോക്കുവാനായി ഡ്രാക്കുളയുടെ ശരീരം സ്കാൻ ചെയ്ത് നോക്കിയതും അയൺമാൻ ഒരു ഞെട്ടിക്കുന്ന കാര്യം കാണുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഹൾക്കിൻ്റെ ശരീരത്തിലുള്ളത് ഗാമ റൈസ് അടങ്ങിയ രക്തമാണല്ലോ. ഈ ഗാമ റൈസ് സോളാർ എനർജിയുമായി വലിയ ബന്ധമുള്ളതെന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡ്രാക്കുള കുടിച്ച ഹൾക്കിൻ്റെ ബ്ലഡ് ഡ്രാക്കുളയുടെ ശരീരത്തെ ഇല്ലാതെയാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഡ്രാക്കുള അവിടെ വയ്യാതെ നിലത്ത് വീണ് കിടക്കുന്നു. പക്ഷേ ഇപ്പോൾ ഡ്രാക്കുളയായി മാറി ഹൾക്ക് അവെഞ്ചേഴ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അയൺമാൻ ബാക്കിയുള്ളവരുടെ ഹൾക്കിൻ്റെ ശരീരത്തിൽ ആ ഡ്രാക്കുളയുടെ ബ്ലഡ് വളരെയധികം ഉണ്ടെന്നും അതുകൊണ്ട് പുള്ളിക്കാരനെ പഴയതുപോലെ ആക്കുവാൻ ഹൾക്കിനെ കൂടുതൽ ദേഷ്യപ്പെടുത്തണമെന്നും അങ്ങനെ വളരെയധികം ദേഷ്യം വന്നാൽ ഹൾക്കിൻ്റെ ശരീരത്തിലുള്ള ഗാമ റേസ് ആക്റ്റീവായി ആ ഡ്രാക്കുളയുടെ ബ്ലഡിനെ ഇല്ലാതെയാക്കുമെന്നും അയൺമാൻ പറഞ്ഞതും ഹൾക്കിനെ ദേഷ്യപ്പെടുത്തുന്ന കാര്യം താൻ ഏറ്റുവെന്ന് പറഞ്ഞ് നമ്മുടെ തോർ ഹൾക്കിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം തോർ കാരണം വലിയ ദേഷ്യം വന്ന് നമ്മുടെ ഹൾക്ക് പഴയതുപോലെ ആകുകയാണ്. അന്നേരം തന്നെ എല്ലാവരും വീണ് കിടക്കുന്ന ഡ്രാക്കുളയുടെ അടുത്ത് ചെന്നിട്ട് മര്യാദയ്ക്ക് ബ്ലാക്ക് വിഡോയെ പഴയതുപോലെ ആക്കുവാൻ പറയുന്നുണ്ടെങ്കിലും ഡ്രാക്കുള അതിന് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ബ്ലാക്ക് വിഡോ അവിടെ വീണ്ടും എങ്ങനെയോ ബോധം പോയി കിടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഡ്രാക്കുള കിടക്കുന്നിടം രണ്ടായി പിളർന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നും പിശാചുകൾ പുറത്ത് വന്ന് ഡ്രാക്കുളയെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുകയാണ്. പക്ഷെ പോകുന്നതിന് മുമ്പ് ഡ്രാക്കുള നീയൊന്നും ജയിച്ചു എന്ന് കരുതണ്ട, ഇനിയും താൻ വരുമെന്ന് അവെഞ്ചേഴ്സിനോട് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ പിന്നീട് നമ്മുടെ അവെഞ്ചേഴ്സ് ബ്ലാക്ക് വിഡോയും എടുത്തുകൊണ്ട് പ്ലെയിനിൽ കയറി തിരിച്ചു പോകുന്നു. ആ പോകുന്ന പോക്കിൽ അയൺമാൻ ഹൾക്കിൻ്റെ ബ്ലഡ് ഉപയോഗിച്ച് ഒരു മെഡിസിൻ ഉണ്ടാക്കി ബ്ലാക്ക് വിഡോയുടെ ശരീരത്തിൽ കുത്തിവെച്ചതും നമ്മുടെ ബ്ലാക്ക് വിഡോ പഴയതുപോലെ ആകുകയാണ്. അത് കണ്ട് അവെഞ്ചേഴ്സിന് സന്തോഷമാകുന്നു. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.